അതിൽ മറ്റൊരു സംഭവമാണ്. ഒരിക്കൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഒരു ഉബാദ ഇബ്നുൽ വലീദ്, അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അൻസാരികളിൽ നിന്ന് ശേഷിക്കുന്നവരിൽ നിന്ന് നമുക്ക് അറിവ് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് വാപ്പി മകനും പോവുകയാണ്. അങ്ങനെ പിന്നെ ഉബാദയും വലീദ് ബിൻ ഉബാദയും കൂടി പോവുകയാണ്. അങ്ങനെ അവരെവിടെ എത്തി? അബുൽ യസർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. അബുൽ യസർ സഹാബിയാണ്, അൻസാരിയാണ്. അബുൽ യസറും ഉണ്ട്, കൂടെ അദ്ദേഹത്തിൻ്റെ അടിമയുണ്ട്, ഗുലാമുണ്ട്. അബുൽ യസർ ഒരു തുണി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പൊതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടിമയുണ്ട്, അടിമക്കും ഇതേപോലെ ഒരു തുണി, ഒരു പൊതയാണ്. അതാണ് ബുർദ മആഫിരി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതച്ചതുണ്ടല്ലോ രണ്ടും ഒരാക്കാക്കി, ഈ തുണി രണ്ടും ഒക്കെ ഒരാക്കാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും ഓരോ നല്ല ഡ്രസ്സ്, പൂർണ്ണ ഡ്രസ്സിന് വകുപ്പുണ്ട്. ഇപ്പോൾ ഒരു മആഫിരി പിന്നെ ഒരു ബുർദയാണ്. ഈ മആഫിരി രണ്ടാക്കുള്ളത് ഒരാൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു ഡ്രസ്സായി, പൂർണ്ണ ഡ്രസ്സ്. ബുർദ ഒരാൾക്കാക്കുകയാണെങ്കിൽ അയാൾക്ക് പൂർണ്ണ ഒരു ഡ്രസ്സ് ഉണ്ടാക്കാം. പക്ഷേ ഇതെന്താ, ഇത് രണ്ടാക്കും ഓരോ ബുർദയാണ്, രണ്ടാക്കും ഓരോ മആഫിരിയാണ്, രണ്ട് തരം വസ്ത്രം. അപ്പോൾ ഈ വലീദ് ബിൻ ഉബാദയും മകൻ ഉബാദയും അവർ ഈ ആശയം പറഞ്ഞു കൊടുത്ത് ഇതൊന്ന് അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും, ഉടമക്കും അടിമക്കും നല്ല പൂർണ്ണ ഓരോ ഡ്രസ്സ് ഹുല്ല ആവുമല്ലോ എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അബുൽ യസർ ഉടമസ്ഥൻ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ കാത് കേട്ടതും എൻ്റെ കണ്ണ് കണ്ടതുമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ബാരിക് ഫീഹി, അബുൽ യസർ പറയാണ് അടിമക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവേ അദ്ദേഹത്തിൽ നീ ബർക്കത്ത് അരുളയണമേ, അടിമക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടാണ് പിന്നെ ഇത് പറയുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്ഇമൂഹും മിമ്മാ തഅകുലൂൻ, നിങ്ങൾ തിന്നുന്നത് നിങ്ങളുടെ അടിമകളെ തീറ്റണം. വ അൽബിസൂഹും മിമ്മാ തൽബസൂൻ, നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ അവരെ ധരിപ്പിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ധരിക്കുന്നത് അദ്ദേഹത്തെ ധരിപ്പിച്ചത് എന്ന് അബുൽ യസർ പറയണം. എന്നിട്ട് അനുബന്ധം പറഞ്ഞെന്താ, വകാന അൻ ഉഅതിയഹു മിൻ മതാഇ ദുനിയ അഹ്വന അലയ്യ മിൻ അൻ യഅഖുദ മിൻ ഹസനാതി യൗമൽ ഖിയാമ എന്നാണ്. എൻ്റെ ദുനിയാവിലെ വിഭവങ്ങൾ അദ്ദേഹം എടുത്തു കൊണ്ടുപോകലാണ് ആഖിറത്തിൽ എൻ്റെ ഹസനത്തുകൾ നന്മകൾ വന്നെടുക്കുന്നതിനേക്കാൾ എനിക്ക് നിസ്സാരം. ദുനിയാവിൽ എൻ്റെ ദുനിയാവ് എന്താണോ അത് അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ. ആര്? ഈ വൃത്യൻ, ഈ അടിമ കൊണ്ടുപോയിക്കോട്ടെ. ആഖിറത്തിൽ വന്നിട്ട് എൻ്റെ ഹസനാത്തുകൾ അദ്ദേഹം കൈയിട്ട് വരാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാനാവാത്തതാണ് എന്ന് അബുൽ യസർ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വിഷയം, ഞാൻ അബൂദറിൻ്റെ ചരിത്രം ഉദ്ധരിച്ചതും അബുൽ യസറിൻ്റെ ചരിത്രം ഉദ്ധരിച്ചതും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ആ നിദർശനങ്ങൾ, നിർദ്ദേശങ്ങൾ, തിന്നുന്നതെന്തോ തീറ്റണം, താൻ ഉടുക്കുന്നതെന്തോ അത് ഉടുപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയ്യത്ത്, അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു അവകാശം. അബൂദറിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ. ഇനി അടിമക്ക് മറ്റൊരു അവകാശമാണ് അടിമക്കുള്ള മാപ്പ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ അഹ്സനു ഫഖ്ബലു വ ഇൻ അസാഉ ഫഅഫു വ ഇൻ ഗലബൂകും ഫബീഉ. എന്താ? അവർ നന്മ ചെയ്താൽ നിങ്ങളത് സ്വീകരിക്കണം. അടിമകൾ ചെയ്യുന്ന നന്മകൾ അത് നന്മകളായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, അത് അംഗീകരിക്കണം, വകവെക്കണം. വൈൻ അസാവു, ഇനി അവരിൽ നിന്ന് തെറ്റ് വരികയാണ് എങ്കിൽ എന്താ? ഫഅഫു, നിങ്ങൾ മാപ്പ് നൽകണം. വൈൻ ഗലബൂക്കും, അവർ നിങ്ങളോട് അതിക്രമിച്ചാൽ ഫബീഉ, അപ്പോൾ നിങ്ങൾ അവരെ വിറ്റൊഴിവാക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ അടിമകൾ ചെയ്തിട്ട് നിങ്ങൾ വകവെക്കുക വേണം, സമ്മതിക്കണം, അംഗീകരിക്കണം. ഇനി അവരിൽ നിന്ന് വീഴ്ച വരികയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടിമകൾ തോളിൽ കയറും, തലയിൽ കയറി കൊത്തുക എന്നറിയില്ലേ, അങ്ങനത്തെ വർത്തനം അവരിൽ നിന്ന്. അതാണ് വൈൻ ഗലബൂക്കും, നിങ്ങളോട് അതിക്രമിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഫബീഉ, അപ്പോൾ വിൽക്കാനാണ് പറഞ്ഞത്. കേവല വീഴ്ചയുടെ പേരിലല്ല, കേവല വീഴ്ചയിൽ അവർക്ക് മാപ്പ് നൽകുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് അവർക്കുള്ള അവകാശമാണ്. ഇതേപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടിമകൾക്ക് മാപ്പ് നൽകുന്ന വിഷയം ശക്തമായിട്ട് പറഞ്ഞു, വളരെ പറഞ്ഞു. അപ്പോൾ ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് കം അഅഫു അനിൽ ഖാദിം, ഒരു ഖാദിമിന് ഞാൻ എത്ര മാപ്പ് കൊടുക്കണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു എന്നാണ് ആ ചോദ്യത്തിന്. പിന്നെ റസൂലുള്ളാഹി വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കം അഅഫു അനിൽ ഖാദിം,
അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഫീ കുല്ലി യൗമിൻ 70 മറ, ഫീ കുല്ലി യൗമിൻ 70 മറ, ഓരോ ദിവസവും 70 തവണ മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഓരോ ദിവസവും 70 തവണ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു ഉടമ ഒരടിമയെ ദ്രോഹിക്കുന്നൊരവസ്ഥ വരുമോ? മാത്രമല്ല ഇങ്ങനെ മാപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടിമയെ നിലനിർത്താൻ ഒരു ഉടമക്ക് സാധിക്കുമോ? ഇസ്ലാം എങ്ങനെ അടിമകളെ സാമൂഹ്യ ശ്രേണിയിൽ നിന്ന് ഇല്ലാതാക്കി എന്നതിൻ്റെ ഉത്തരം അതാണ് നമ്മൾ ഇത്തരം ഈ പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഒപ്പം പെരുമാറ്റത്തിൻ്റെയും അവകാശത്തിൻ്റെയും വിഷയം പഠിക്കുന്നതോട് കൂടി